ഇത് കാണിക്കാം. ഉണ്ടോ, കണ്ണിലെ സ്പ്രേ. ഹണി ഡ്രോപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടിരുന്നു ഹണി വാലിയെ പറ്റിയും അവിടുത്തെ വിശേഷങ്ങളെ പറ്റിയും തേനീച്ച വളർത്തലിനെ പറ്റിയും തേനീച്ചയെ പറ്റിയും എല്ലാം അല്ലേ. അത് കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഹണി വാലിയിൽ തേൻ ഇതര പ്രൊഡക്റ്റുകൾ എന്തെല്ലാം ഉണ്ട് എന്നും കർഷകർക്ക് ഹണിവാലിൽ നിന്നും എന്തെല്ലാം സഹായം കിട്ടുന്നുണ്ട്, കൂടാതെ ഒരു കർഷകന് അത്യാവശ്യം, ഒരു തേനീച്ച കർഷകന് അത്യാവശ്യം വേണ്ട ഉപകരണങ്ങൾ അതൊക്കെ എന്താണെന്ന് നോക്കിയൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ ലെറ്റ്സ് വാച്ച്. തേനീച്ച വളർത്തിന് അത്യാവശ്യം വേണ്ട ഉപകരണങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ അതിന് ആദ്യം ഉപയോഗിക്കുന്നത് തേനീച്ച കോളനിക്കുന്ന ഒരു പെട്ടിയുടെ ആവശ്യമുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡ് വേണം. അതുപോലെ തന്നെ സ്മോക്കർ, ഇതാണ് സ്മോക്കർ. ഇതിനകത്ത് അല്പം ചകിരി കത്തിച്ചിട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ പമ്പ് ചെയ്താൽ ഇതിന് ഈ ഭാഗത്തൂടെ പുക കിട്ടും. അങ്ങനെ കൂട്ടിലേക്ക് നമുക്ക് ചെറിയ അളവിൽ നമുക്ക് സ്മോക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്മോക്കർ എന്ന് പറയുന്ന ഉപകരണമാണിത്. ഇതിന് ഏകദേശം 250 രൂപയോളം വില. സാധാരണയായിട്ട് തേനീച്ച വളർത്തുന്നവർക്ക് പ്രധാനമായിട്ട് വേണ്ടിയ ഒരു സംഗതിയാണ് വെയിൽ. ഒരു മുഖ ആവരണമാണ് ഇത്. നമ്മൾ ഈ രൂപത്തിൽ ഇങ്ങനെ തലയിലേക്ക് കയറ്റി അങ്ങിടുകയാണെങ്കിൽ ഈ നെറ്റിൽ കൂടെ നമുക്ക് കാണാം നമ്മുടെ മുഖത്തും കഴുത്തിനും ഭാഗത്തൊന്നും തേനീച്ച കുത്താതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള വെയിൽ ആണ്. പിന്നെ തേൻ എടുക്കുന്നതിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന തേനട കത്തിയാണ്. 2 വശത്ത് മൂർച്ചയുണ്ട് ഈ കത്തിക്ക്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തേനട ചെത്തിയെടുക്കുന്നതിനോ എന്തെങ്കിലും ഈ അടകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് കുത്തിയെടുക്കാനൊക്കെ. പിന്നെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പിന്നെ എക്സ്ട്രാക്ടർ. തേനിൻ്റെ അട ഞെക്കി പിഴിഞ്ഞ് കളയാതെ, അട പൊട്ടാതെ അതിൽ നിന്ന് തേൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ എക്സ്ട്രാക്ടർ. ഇതിൻ്റെ അകത്ത് അട ചെത്തി വെച്ചതിന് ശേഷം നമ്മൾ സാവധാനം കറക്കാതെ തേൻ അടയിൽ നിന്ന് തെറിച്ച് ഇവിടെ ഈ പാത്രത്തിൽ സ്റ്റോർ ചെയ്യും. വീണ്ടും ആ അട നമുക്ക് കൂട്ടിൽ വെച്ചാൽ വളരെ പെട്ടെന്ന് ഈ ചവയ്ക്ക് തേൻ കൊണ്ടുവയ്ക്കുകയും നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടുകയും ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ പ്രധാനപ്പെട്ട. പിന്നെ ചെറിയ ചെറിയ മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ട്. റാണി ഗേറ്റ് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അത് പരിശീലനത്തിന് വേണ്ടുന്നവർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നവജ്യോതിയിൽ ഈ ഹണി വാലിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. ശുദ്ധമായ തേനല്ലാതെ തേനിൽ നിന്ന് ഉണ്ടാക്കുന്ന മറ്റു പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ? തേനിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ധാരാളം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാണിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഹണി മിസ്റ്റ്. ഇത് തേനാണ്, തേൻ ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ കണ്ണിൽ വീണാലും, എൻ്റെ കണ്ണാടി അടിച്ചിട്ട് ഞാൻ കണ്ണിലോട്ട് സ്പ്രേ ചെയ്താലും ഇത് ഒരു കുഴപ്പവുമില്ല. ഇത് തേൻ ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ മെഷീൻ ഉപയോഗിച്ചിട്ട് നിശ്ചിത ടെമ്പറേച്ചറിലും പ്രഷറിലും തേനിനെ ആദ്യം ഒരു 3 വർഷം വരെ അനക്കാതെ സൂക്ഷിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഗ്ലൈക്കോജനിക് ആസിഡ് ഫോം ചെയ്യും. ആ ഗ്ലൈക്കോജനിക് ആസിഡിനെ ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ് ഹണി മിസ്റ്റ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ pH നിലനിർത്താൻ ഏറ്റവും നല്ലതാണ്. സാധാരണയായിട്ട് മേക്കപ്പൊക്കെ പെൺകുട്ടികൾ മേക്കപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ മുഖത്തിൻ്റെ pH ഉയരുകയും അത് മുഖത്ത് പിന്നെ പാടുകളും ചുളുക്കുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുഖത്തെ മേക്കപ്പ് കഴുകി കളഞ്ഞതിന് ശേഷം ഇത് സ്പ്രേ ചെയ്യാമെങ്കിൽ pH നിലനിർത്താൻ ക്രമീകരിക്കാൻ പറ്റും. കൂടാതെ ലോങ് ഡ്രൈവിൽ ഉണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ഇത് മുഖത്ത് സ്പ്രേ ചെയ്യാം. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്ഷീണം അകറ്റാൻ ഇത് സ്പ്രേ ചെയ്യും. ഉറക്കമൊക്കെ വരുന്ന സമയത്തോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉന്മേഷം കുറയുന്ന സമയത്ത് ഇത് മുഖത്ത് സ്പ്രേ ചെയ്താൽ ഇത് മുഖത്ത് അങ്ങ് അബ്സോർബ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തേൻ ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ്. തേനിൻ്റെ ഈ ഒട്ടുന്ന സ്വഭാവം ഒന്നും ഈ ഹണി മിസ്റ്റിന് ഇല്ല. ഇത് നല്ല വിലയുള്ള, ആമസോണിൽ നിങ്ങൾ നോക്കിയാൽ മതി, നല്ല വിലയുള്ള പ്രോഡക്റ്റ്. അടുത്തൊരു പ്രോഡക്റ്റാണ് ക്രിസ്റ്റൽ ഹണി. തേനിലെ ക്രിസ്റ്റലുകൾ, അതായത് തേനിലുള്ള ഫ്രക്ടോസുകളെ ക്രിസ്റ്റലാക്കി നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നതാണ്. അല്ലാതെ വേറെ രീതിയിലൊന്നും ചെയ്യുന്നതല്ല. ക്രിസ്റ്റലുകൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് തേൻ കൽക്കണ്ടം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്
നമ്മളൊക്കെ പനിയൊക്കെ വന്നു കഴിയുമ്പോൾ ദീർഘസമയത്തേക്ക് നാളത്തേക്ക് 2, 3, 4 ദിവസത്തേക്ക് ചുമ ഇങ്ങനെ നീണ്ടു നിൽക്കും. അങ്ങനെ ചുമ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഈ തേൻ കൽക്കണ്ടത്തിൻ്റെ അകത്ത് അല്പം ചുമന്നുള്ളി നീരും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ചുമ പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം തേനിൽ നിന്നെടുക്കുന്ന കൽക്കണ്ടം ചേർക്കുന്നതാണ്. അതാണ് ക്രിസ്റ്റൽ ഹണി. ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേൻ പുളിച്ച തേനിൽ നിന്ന് എടുക്കുന്ന ഒരു വസ്തു. തേൻ പുളിക്കാൻ വേണ്ടി തേനിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് പുളിക്കാൻ വേണ്ടി കുറച്ച് നാളുകൾ വെച്ച് കഴിഞ്ഞ ശേഷം അത് പിന്നെ വിനാഗിരിയായിട്ട് മാറും. അങ്ങനെ എടുക്കുന്ന വിനാഗിരിയാണ് തേൻ വിനാഗിരി എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് 2 ഉപയോഗമുണ്ട്. ഒന്ന്, സലാഡുകൾ നമ്മൾ തയ്യാറാക്കുമ്പം അതിൻ്റെ അകത്ത് ചേർക്കാൻ. ഇതിന് അല്പം മധുരവും പുളിപ്പുമുള്ളൊരു ദ്രാവകമാണ്. സലാഡുകൾ ഉണ്ടാക്കുമ്പോൾ ഈ വിനാഗിരിയായിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അരിമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ പുളിപ്പിക്കാനും ഇത് ഉപയോഗിക്കാം. അങ്ങനെ തേനിൽ നിന്ന് എടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് തേൻ വിനാഗിരി. അതുപോലെ തന്നെ അഷ്ടചൂർണ്ണ തേനിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഏത് വസ്തു അതിൻ്റെ ഇട്ടാലും അതിൻ്റെ അകത്തെ ജലാംശത്തെ സത്തിനെ വലിച്ചെടുക്കാൻ തേനിന് കഴിയും. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒത്തിരി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിശപ്പില്ലായ്മയൊക്കെ മാറ്റാൻ വേണ്ടി തേനിൻ്റെ അകത്ത് അഷ്ടചൂർണം ചേർത്തിട്ട് ഒരു 20 ദിവസം വെച്ചതിന് ശേഷം അരിച്ച് വേർതിരിച്ചെടുക്കുന്ന തേനിനെയാണ് അഷ്ടചൂർണ്ണ തേൻ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വിശപ്പില്ലായ്മ വരുവാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഓരോ ചെറിയ സ്പൂൺ കൊടുത്താൽ നല്ല വിശപ്പ് വരികയും കുട്ടികൾക്ക് ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവ് മാറുകയും ചെയ്യും. പിന്നെ ബേബി ഹണി ബാത്ത് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളുടെ സ്കിന്നിൻ്റെ pH എപ്പോഴും നിലനിർത്തി ആ സോഫ്റ്റ്നെസ്സും തിളക്കവും നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബേബി ഹണി ബാത്ത്. ഇതിൻ്റെ പ്രത്യേകത 5 കൊല്ലം വരെ തേനിനെ ഒരേ നിശ്ചിത ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം എടുക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഗ്ലൈക്കോജൻ ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ബേബി ഹണി ബാത്ത് ഉപയോഗിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട സംഗതി, കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പിന്നെ എണ്ണ തേക്കുകയോ സോപ്പ് തേക്കുകയോ ചെയ്യേണ്ട. ഇത് തേച്ചതിന് ശേഷം കുളിപ്പിച്ചാൽ മതിയാവും. അതിന് ഏറ്റവും പറ്റിയ ഒരു വസ്തുവാണ് ഈ ബേബി ഹണി ബാത്ത്. ശുദ്ധമായ തേനാണ്. വെളുത്തുള്ളി ചതച്ച് അല്ലെങ്കിൽ ചെറിയ പീസാക്കി തേനിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വെളുത്തുള്ളിയെ അരിച്ച് മാറ്റിയെടുത്ത തേനോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഉൾപ്പെടെയോ നമുക്ക് ഉപയോഗിക്കാനൊക്കും. ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഏത് പ്രായക്കാർക്കും ഈ വെളുത്തുള്ളി തേന് ഒരു ചെറിയ ടീസ്പൂണ് കിടക്കാൻ നേരത്ത് ഉപയോഗിച്ചിട്ട് കിടക്കുന്നത് നല്ലതാണ്. തേനും കസ്തൂരി മഞ്ഞളും ഇത് മുഖത്ത്, പ്രത്യേകിച്ച് മുഖത്തുണ്ടാകുന്ന പാടുകളും ഒക്കെ മാറാനും നമുക്ക് പിന്നെ ഒരു മുഖത്തിനൊരു കാന്തി വർദ്ധിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കസ്തൂരി മഞ്ഞൾ ഉണങ്ങി പൊടിച്ച് തേനിൻ്റെ അകത്ത് ഇട്ടിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞ ശേഷം അത് അരിച്ച് വേർതിരിച്ചെടുക്കുന്നതാണ് തേനും കസ്തൂരി മഞ്ഞളും. ഇഞ്ചിത്തേന് കുട്ടികൾക്ക് പിന്നെ പ്രായമുള്ളവർക്കുമൊക്കെ പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ വിശപ്പില്ലാതെ വരുമ്പോൾ വൈകിട്ട് ഓരോ സ്പൂൺ കഴിച്ചിട്ട് കിടക്കാൻ നല്ലതാണ് ഈ ഇഞ്ചിത്തേന്. പച്ചിഞ്ചി അരിഞ്ഞ് തേനിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം അത് വേർതിരിച്ചെടുക്കുന്നതാണ് ഇഞ്ചിത്തേൻ. തേനീച്ച മെഴുകുകൊണ്ടുണ്ടാക്കുന്ന ഒരു ശരീരത്തിന് ഉപയോഗിക്കാവുന്ന ക്രീമാണ്. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചെറിയ ഞുണങ്ങളും ചെറിയ ഫംഗസുകളും ഒക്കെ മാറ്റാൻ ഇത് ഏറ്റവും നല്ലതാണ്. വെളിച്ചെണ്ണയും തേനീച്ച മെഴുകുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്പം പുൽത്തൈലവും ഉപയോഗിക്കും. കാർഷിക പരിശീലന സേവന കേന്ദ്രത്തിൽ നിന്ന് കർഷകർക്ക് കിട്ടുന്ന എന്തൊക്കെ സഹായങ്ങളുണ്ട്, എന്തൊക്കെ സേവനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഹണിവാലി തേനീച്ച കർഷക പരിശീലന കേന്ദ്രത്തിൽ നിന്ന് എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ആര് വന്നാലും അവർക്ക് തേനീച്ച കൃഷിയിലെ പരിശീലനം നൽകും. അതുപോലെ തന്നെ തേനീച്ച പെട്ടി ഉണ്ടാക്കാനുള്ള പരിശീലനം വേണ്ടിയവർക്ക് അത് കിട്ടും. അതുപോലെ ശുദ്ധമായ തേനിൻ്റെ ഉൽപ്പന്നങ്ങൾ, അതുപോലെ
പിന്നെ തേനീച്ചയ്ക്ക് വളർത്തുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ, എല്ലാ ഉപകരണങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഉപകരണങ്ങൾ ഒക്കെ നിങ്ങൾക്ക് തേനീച്ച കർഷകർക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ശുദ്ധമായ തേൻ കിട്ടും, തേനിൻ്റെ ഉൽപ്പന്നങ്ങൾ കിട്ടും, അതുപോലെ തന്നെ പരിശീലനം കിട്ടും. ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്ക് തേനീച്ചകളുമായിട്ട് ഉള്ള സംശയങ്ങൾ, തേനീച്ച കൃഷി ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സേവനം. ഇതുവരെയും തേനീച്ചയെ പറ്റിയും തേനീച്ചയിൽ നിന്നും തേനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളെയും ഹണിവാലിയെ പറ്റിയും എല്ലാം വളരെയധികം വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ സാറിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. നമ്മുടെ ഹണിവാലിയുടെ റിസർച്ച് ഹെഡായ ശ്രീ തോമസ് കുട്ടി സാറിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ചാനലിൻ്റെ പേരിൽ നന്ദി ഒരുപാട് രേഖപ്പെടുത്തുന്നു. ഇനി എന്തെങ്കിലും തേനിനെ പറ്റിയും അതുപോലെ തന്നെ ഹണിവാലിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പിന്നെ അതിനെപ്പറ്റി നമുക്ക് സാറിനോട് ചോദിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇവിടെ വരുവാനും അല്ലെങ്കിൽ ഇവിടുത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനും ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ, ഹണിവാലിയുടെ നമ്പർ ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ സാറിനെ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ സൂൺ.